ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മുടെ ആപ്പിലെ പിക്ചറിൽ ഗ്രിഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബുക്കിലേക്കാണ് ഇടേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വോയിസ് കറക്റ്റായിട്ട് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ വിട്ടുപോയത്. കാരണം അളവുകൾ മാറിയാലും നമ്മൾ വിചാരിച്ചിട്ടുള്ള ആളുടെ ഔട്ട്ലൈൻ ആവില്ല കിട്ടുക കേട്ടോ. അപ്പോൾ എൻ്റെ A5-ൻ്റെ ബുക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിവിടെ 7.5 കോളാണ് കിട്ടിയിട്ടുള്ളത്. 7 കോളം, 8ാമത്തെ കോളത്തിൻ്റെ പകുതിയാണ് ഇപ്പോൾ എൻ്റെ ബുക്കിലിടാൻ പറ്റുന്നത്. കുത്തനെ നമ്മൾ 20 കോളാണ് A4-ൻ്റെ ബുക്കാർക്ക് വേണ്ടത്. ഞാനിവിടെ 10 കോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്ക് അത്രേ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ മുകളിലും മാർക്ക് ചെയ്തു, 2 സൈഡിലും മാർക്ക് ചെയ്തു, താഴെയും മാർക്ക് ചെയ്തു. സ്കെയിൽ വെച്ചിട്ട് 2 സെൻറ്റിമീറ്റർ ആണ് ഓരോ കോളം നീളവും വീതിയും ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും 2 സെൻറ്റിമീറ്റർ നിങ്ങൾ മാർക്ക് ചെയ്തിടുക കേട്ടോ. അങ്ങനെ മാർക്ക് ചെയ്ത് ഇടുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തെറ്റാതെ ഇതുപോലെ കള്ളി വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ നമ്പർ എഴുതി കൊടുക്കുക. നമുക്ക് കോളം മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുത്തനെയും ഇതേപോലെ നമ്പർ എഴുതി കൊടുക്കുക. അപ്പോൾ 10 കോളം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ബുക്കിൽ A4-ൻ്റെ ബുക്കാണെന്നുണ്ടെങ്കിൽ 20 കോളം വേണ്ടി വരും. അപ്പോൾ എല്ലാവരും 2 സെൻറ്റിമീറ്ററിൻ്റെ ബോക്സുകളാണ് അളന്ന് എടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഇതുപോലെ നമ്പർ എഴുതാൻ വിട്ടുപോകരുത്. കാരണം നമുക്ക് പിക്ചർ കറക്റ്റായിട്ട് വരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കോളം മാറിപ്പോവരുത്. അപ്പോൾ ഇനി നമുക്ക് വരക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ആപ്പിൽ ഉള്ള പിക്ചർ അത് നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്തിട്ടുണ്ടല്ലോ. ഗാലറിയിൽ നിന്ന് എടുത്താലും മതി. അതിൽ ഓരോ കോളത്തിന് ഓരോ നമ്പർ ഉണ്ട്. അപ്പോൾ മുടി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. ആ കോളം നമ്മുടെ എന്താ പറയുക ബുക്കിൽ അതേ കോളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എവിടെയാണ് എൻഡ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ അതേപോലെ നമ്മൾ മാർക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ആപ്പിൽ ഉള്ളത് 7.5 കോളം ആണെങ്കിലും ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് നിങ്ങൾ കോളം ക്രിയേറ്റ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബുക്കിൽ അത്ര വലുപ്പത്തിലുള്ളൊരു പിക്ചറേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോ കോളവും 2 സെൻറ്റിമീറ്ററിൽ നീളവും വീതിയും കണക്കാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഇത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ കുറച്ചൊരു ടൈം എടുത്ത് ക്ഷമയോടുകൂടി പിക്ചറിലേക്ക് നോക്കിയിട്ട് ഓരോ ഭാഗവും ഇതേപോലെ നോക്കിയിട്ട് വരക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ഔട്ട്ലൈൻ കിട്ടും. ഷേപ്പിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കോളം മാറിയതായിരിക്കും. ഇതേത് വരക്കാൻ പറ്റാത്ത ആൾക്കാർക്കും ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3ാമത്തെ വർക്ക് ചെയ്യാനുള്ള മെയിൻ കാരണം തന്നെ ഈ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല പ്രാക്ടീസ് കിട്ടേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ പിക്ചർ വരച്ചതിനേക്കാളും ബെറ്ററായിട്ട് ഇപ്പോൾ ഈ 3ാമത്തെ പിക്ചർ നിങ്ങൾക്ക് വരക്കാൻ പറ്റുന്നുണ്ടാകും. അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ വർക്കിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്. ഇനി കണ്ണ്, മൂക്ക്, ലിപ്സ് ഇതൊക്കെ തന്നെ നമ്മുടെ ആപ്പിലുള്ള പിക്ചറിൽ ഗ്രിഡ് എവിടെയാണ്, ലൈൻസ് എവിടെയാണ് എന്ന് നോക്കിയിട്ട് ആ നമ്പർ നോക്കിയിട്ട് നമ്മുടെ ബുക്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യുക കേട്ടോ. ലൈറ്റായിട്ട് വേണം ഔട്ട്ലൈൻ ഇടാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈനാണ്. ഇനി നമ്മൾ വരച്ചിട്ടുള്ള ഗ്രിഡൊക്കെ ഉണ്ട്, അതൊക്കെ ലൈറ്റായിട്ടാണ് നിങ്ങൾ ഇടേണ്ടത് കേട്ടോ. ഇത് ഞാൻ ഡാർക്കിൽ വരച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം ഈ ഗ്രിഡും കാര്യങ്ങളൊക്കെ നമുക്ക് മായ്ച്ച് കളയേണ്ടതുണ്ട്. അപ്പോൾ ലൈറ്റായിട്ട് ഇട്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മായ്ക്കുമ്പോൾ അത് വൃത്തിക്ക് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു പിക്ചർ ചെയ്യുമ്പോഴും ഫേസിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ചുളിവുകളും മടക്കുകളും അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ലൈറ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ അത് മറക്കാതെ ഷെയ്ഡ് ചെയ്ത് പോവുള്ളൂ കേട്ടോ. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ള നമ്മൾ വരക്കാൻ എടുത്തിട്ടുള്ള അതേ പിക്ചറിലെ ആൾ തന്നെ വരച്ച് ആയി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ഈ ലൈൻസൊക്കെ ഉണ്ട്, നമ്മൾ ഗ്രിഡ് ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് മായ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മായ്ച്ചതിന് ശേഷമുള്ള പിക്ചറാണിത് കേട്ടോ. അപ്പോൾ ഞാൻ ലൈറ്റായിട്ടാണ് ഔട്ട്ലൈൻ ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടത് വൃത്തിയാക്കി കൊണ്ടുവരണം. നല്ല വെളിച്ചമാണ് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഔട്ട്ലൈൻ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്ക് വ്യക്തമല്ല. ഇനി നമ്മൾ ഹെയർ കളർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഔട്ട്ലൈന് ശരിയായാലും ഹെയറിന് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻലി ഔട്ട്ലൈനും അതേപോലെ ഹെയറുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ഷോർട്ടാക്കിയിട്ടില്ല ഹെയർ. അപ്പോൾ നിങ്ങൾ വരക്കുന്നതിന് മുമ്പായിട്ട് കറക്റ്റായിട്ട് ഹെയർ ചെയ്യുന്നതൊന്ന് നോക്കുക.
കാരണം ഹെയറൊക്കെ കറക്റ്റ് ലെവലിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം ആ ഒരു ഹെയർ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഡാർക്കും ലൈറ്റും ഹൈലൈറ്റും ഒക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് ഞാൻ 10B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്, ലൈറ്റായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഈ 10B പെൻസിൽ വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഹെയർ ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടോണ് 6B വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ലൈറ്റാക്കിയിട്ട് വേണം ഫസ്റ്റ് ടോൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പിക്ചർ ഉണ്ടല്ലോ, ആ പിക്ചറിൽ നോക്കിയിട്ട് മുടിയുടെ ഷേപ്പുകൾ എങ്ങനെയൊക്കെയാണ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ഓരോ മുടിനാരും വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടോൺ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ ഇടുകയാണ്. അത് നിങ്ങൾ പിക്ചറിലേക്ക് നന്നായിട്ട് നോക്കി മനസ്സിലാക്കുക. ഞാൻ 10B ആണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ 6B ഉപയോഗിച്ചാൽ മതി. ഡാർക്ക് ടോണിൽ കൊണ്ടുപോയിട്ട് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ലൈറ്റും ഡാർക്കും ഹൈലൈറ്റും ഒന്നും കിട്ടില്ല, ഒരൊറ്റ ടോണേ കിട്ടുള്ളൂ, ഒരൊറ്റ ബ്ലാക്ക് എന്നുള്ള ടോണേ കിട്ടുള്ളൂ. അപ്പോൾ ലൈറ്റായിട്ട് ഇതുപോലെ ചെയ്യുക, മുടിയുടെ ഷേപ്പിനനുസരിച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ. ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് നമ്മുടെ ഷെയ്ഡിങ് സ്റ്റെമ്പ് ഉണ്ടല്ലോ, അതായത് ബ്ലെൻഡിങ് സ്റ്റെമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ ഷേപ്പിനനുസരിച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മുടിയുടെ ഷേപ്പിനനുസരിച്ചിട്ട് വീണ്ടും ഇതുപോലെ ലൈൻസോട് കൂടി ഷെയ്ഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീണ്ടും ബ്ലെൻഡിങ് സ്റ്റെമ്പ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് ഒരു ഡാർക്ക് ടോൺ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ടോൺ നമ്മൾ ചെയ്തു, ഷെയ്ഡും ചെയ്തു, അതായത് ബ്ലെൻഡിങ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തല്ലോ. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഇതുപോലെ തന്നെ മുടിയുടെ ഷേപ്പിനനുസരിച്ചിട്ട് തന്നെ ഷെയ്ഡ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ബ്ലെൻഡിങ് ചെയ്യുക കേട്ടോ. കാരണം ഇതിൽ നമ്മൾ കുറേ സമയം എടുത്തിട്ട് മുടി ചെയ്യുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ടൈം എടുത്തിട്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ മുടിക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ നിങ്ങൾ വീഡിയോയിലിട്ട് കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. കറക്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്.
ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അരമണിക്കൂറോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 6-7 പ്രാവശ്യം ടോൺ ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും കളറിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ടൈം എടുത്തുകൊണ്ട് തന്നെ ഷെയ്ഡ് ചെയ്യുക. ടൈമില്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ വർക്കിന് ഒരു ഫിനിഷിങ് കിട്ടാത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഷെയ്ഡുകൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഞാൻ ഒരുപാട് ഷോർട്ടാക്കിയിട്ടുണ്ട്. ഇതിൽ അപ്പുറം നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ പഠിക്കുന്നൊരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുറേ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അതുപോലെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. പിക്ചറിൽ ഡാർക്കുള്ള ഭാഗങ്ങൾ എവിടേക്കാണെന്ന് നോക്കുക. അവിടെ കുറച്ച് കൂടുതൽ ഡാർക്ക് ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമൊക്കെ ഷെയ്ഡ് ചെയ്ത് നമ്മുടെ പെൻസിൽ ഷാർപ്പ് കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഫൈൻ ലൈൻസ് വരാൻ വേണ്ടിയിട്ട് ഒരു 6-ാമത്തെ 5-ാമത്തെയൊക്കെ ടോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഷാർപ്പ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഓരോ മുടിനാരുകളും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ആ ഒരു എഫക്റ്റ് അല്ലല്ലോ മുടിക്ക്. അപ്പോൾ നമ്മൾ ടൈം എടുത്തുകൊണ്ട് തന്നെ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹെയർ മാത്രമാണ് ചെയ്യുന്നത്. കാരണം പല പിക്ചറിലും നിങ്ങൾ മുടി വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്മേന്ന് നല്ലൊരു എന്താ പറയുക റിസൾട്ടിനോട് കൂടെ തന്നെ ഒരു പോർട്രേറ്റ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരുപാട് പെയ്ഡ് വർക്കുകൾ പുറത്തേക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഈ മുടിയിൽ പല ഭാഗത്തും പല ടോണുകളാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കുക. പിന്നെ നമ്മൾ മുടിയുടെ എന്താ പറയുക ലെഫ്റ്റ് സൈഡിലും അതേപോലെ റൈറ്റ് സൈഡിലും ശ്രദ്ധിക്കുക. നമ്മൾ നന്നായിട്ട് കളർ ചെയ്തിട്ടില്ല. അവിടെ പിക്ചറിൽ നോക്കിയാൽ അറിയാം അവിടെ ഒരു ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഷെയ്ഡ് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഏകദേശമൊക്കെ ഹെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ ഡാർക്ക് ടോൺ വരുത്തണം എന്നുണ്ടെങ്കിൽ ഫേസൊക്കെ ചെയ്തെങ്കിലാണ് ഇനി ഡാർക്ക് വേണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലാവരും വൃത്തിക്ക് ചെയ്യാം കേട്ടോ.